ഡിയർ ഫ്രണ്ട്സ്, IT ഫ്ലിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഡിസംബർ 9, 2021 മുതൽ കേരള PSC നടത്തുന്ന ക്ലർക്ക് ടൈപ്പിസ്റ്റ്, കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് എന്നിവയുടെ പഠനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ഒരു എപ്പിസോഡിലായി പാർട്ട് 3-ലെ ടൈപ്പ് റൈറ്ററിൽ നിന്നുള്ള ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ എന്ന ക്ലാസ്സാണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്തത്. ഇന്ന് ബേസിക് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്നും കമ്പ്യൂട്ടറിൻ്റെ ബേസിക്കാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇതിലെ കണ്ടൻറ്റുകൾ വിശദമായി ശ്രദ്ധിച്ച് കേൾക്കുക. മനസ്സിലാവാത്തത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അതിനുശേഷമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് പറഞ്ഞു നോക്കുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ആദ്യമായി നമ്മൾ പറയുന്നു, വാട്ട് ഈസ് കമ്പ്യൂട്ടർ? എന്താണ് ഒരു കമ്പ്യൂട്ടർ? ദ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ടു ആക്സെപ്റ്റ് ഡേറ്റ ആൻഡ് പ്രോസസ്ഡ് ഇൻ ടു ഇൻഫർമേഷൻ. പറയുന്നത് ഇതാണ്, കമ്പ്യൂട്ടർ എന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ടു ആക്സെപ്റ്റ് ഡേറ്റ ആൻഡ് പ്രോസസ്ഡ് ഇൻ ടു ഇൻഫർമേഷൻ. ആ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിയും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തുകൊണ്ട് അത് ഇൻഫർമേഷനാക്കി തിരിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ. ദ കമ്പ്യൂട്ടർ ഹാസ് ദ എബിലിറ്റി ടു സ്റ്റോർ, റിട്രൈവ് ആൻഡ് പ്രോസസ് ഡേറ്റ. കമ്പ്യൂട്ടറിന് ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും അവയെ റിട്രൈവ് ചെയ്യാനും അതിനെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കാനുമുള്ള കഴിവ് ഉണ്ട്. എങ്ങനെ ആ കഴിവ് കിട്ടുന്നു? നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമുകളുടെ അപേക്ഷിച്ചാണ് കമ്പ്യൂട്ടർ ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ വിത്തൗട്ട് IQ. മനുഷ്യന് ഉള്ളതും കമ്പ്യൂട്ടറിന് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇൻ്റലിജൻ്റ് കോഷ്യൻ്റ് അഥവാ IQ. ഈ IQ ഇല്ലാത്തതിനാൽ തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷനാക്കി തരുന്നത്. അടുത്തതായി നമ്മൾ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടറിലേക്കാണ് പോകുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി നമുക്ക് പരിശോധിക്കാം. ദ ടേം കമ്പ്യൂട്ടർ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്ക് ഉത്ഭവിച്ചത്. ദ വേർഡ് കമ്പ്യൂട്ടർ മീൻസ് ടു കമ്പ്യൂട്ട് ഓർ കാൽക്കുലേറ്റ്. കമ്പ്യൂട്ടർ എന്ന വാക്ക് അർത്ഥമാക്കുന്നത് കമ്പ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കണക്കുകൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പണ്ട് കാലങ്ങളിൽ ആദ്യകാലങ്ങളിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്കറിയാം. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ ഒരു ഉത്തരം വന്നേ ഉള്ളൂ, ചാൾസ് ബാബേജ്. അതുകൂടാതെ അദ്ദേഹം ഡിഫറൻറ്റ് എൻജിൻ എന്നൊരു ഡിവൈസ് കൂടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും പിതാവ് അദ്ദേഹം തന്നെയാണ്. 1822 ചാൾസ് ബാബേജ് ഡിഫറൻസ് എൻജിൻ കണ്ടുപിടിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം മാറ്റി പറയണം, അലൻ ട്യൂറിംഗ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ട്യൂറിംഗ് ആണ്. മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്, ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം അലൻ ട്യൂറിംഗ് ആണ്. ഫാദർ ഓഫ് ലോഗരിതം, ലോഗരിതത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ജോൺ നേപ്പിയർ ആണ്. അദ്ദേഹം ലോഗരിതം കണ്ടുപിടിച്ച 1614 ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ലേഡി ആഡം ലവ്ലേസ്. അടുത്തത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്
കമ്പ്യൂട്ടറുകൾ കടന്നു വന്നത് ഓരോ തലമുറ മാറിയാണ്. ആദ്യമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടർ അല്ലായിരുന്നു എന്ന് നമുക്കറിയാം. അതിനുശേഷം ഓരോ മാറ്റങ്ങൾ വന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറിലേക്ക് എത്തിപ്പെട്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഒരു വലിച്ചു നീട്ടുന്ന നോട്ടിന് പകരം ഒരു ചെറിയൊരു ടേബിളിലാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടേബിളിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാനായിട്ട് കഴിയുന്ന വിധത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്നത് 1940കളിൽ ആരംഭിക്കുകയും 56 വരെ നീണ്ടു നിൽക്കുകയും ചെയ്ത ഒന്നാണ്. ആ കമ്പ്യൂട്ടറിനായിട്ട് ഉപയോഗിച്ചിരുന്ന, അത് പ്രോസസ്സ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന കമ്പോണൻ്റ് എന്നുള്ളത് വാക്വം ട്യൂബുകളാണ്. അപ്പോൾ ഈ വാക്വം ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച കുറച്ച് കമ്പ്യൂട്ടറുകളാണ് യുണിയാക്ക്, എനിയാക്ക്, എഡ്സാക്ക്, എഡ്വാക്ക് എന്നിവയെല്ലാം. ഈ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിപ്പിക്കാനായി ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. ഒരിക്കൽ കൂടെ പറയുന്നു, ആദ്യത്തെ ജനറേഷൻ കമ്പ്യൂട്ടർ 1940 മുതൽ 56 വരെയാണ് ഉപയോഗിച്ചിരുന്നത്. അത് പ്രവർത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന കമ്പോണൻ്റ് എന്നുള്ളത് വാക്വം ട്യൂബാണ്. ആ വാക്വം ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ മോഡലുകളാണ് യുണിയാക്ക്, എനിയാക്ക്, എഡ്സാക്ക്, എഡ്വാക്ക് എന്നൊക്കെയുള്ളത്. അതിലുപയോഗിച്ചിരുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജാണ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലേക്ക് വന്നാൽ 1956 മുതൽ 1963 വരെയാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ കമ്പോണൻ്റായി ഉപയോഗിച്ചിരുന്ന ട്രാൻസിസ്റ്ററുകളാണ് IBM 7000, NCR 304, IBM 1620, IBM 1401, IBM 650, IBM 7094 എന്നിവയൊക്കെയായിരുന്നു കമ്പ്യൂട്ടർ മോഡലുകൾ. അസംബ്ലി ലാംഗ്വേജാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു എങ്കിൽ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരുന്നത് അസംബ്ലി ലാംഗ്വേജാണ്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ 1964 മുതൽ 1971 വരെയാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്നത്. IC ചിപ്പുകളാണ് ഇതിൻ്റെ കമ്പോണൻ്റായി ഉപയോഗിച്ചിരുന്നത്. TDC 316, IBM 370, IBM 360, PDP 8 എന്നീ കമ്പ്യൂട്ടർ മോഡലുകളാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ആയി ഉണ്ടായിരുന്നത്. ഇവയിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജുകളാണ്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലേക്ക് വന്നാൽ 1971 മുതൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളും ഇതിൽ പെടുന്നവയാണ്. അതിനായി ഉപയോഗിക്കുന്ന കമ്പോണൻ്റ് മൈക്രോ പ്രോസസ്സറുകളാണ്. നമുക്ക് സുപരിചിതമാണ് എല്ലാവർക്കും മൈക്രോ പ്രോസസ്സറുകൾ എന്നാൽ. DEC 10, Star 1000, Cray 1 എന്നിവയൊക്കെയാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട മോഡലുകൾ. VLSI എന്ന ലാംഗ്വേജാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതും ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ജനറേഷൻ കമ്പ്യൂട്ടറാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ഇതിനുപയോഗിക്കുന്ന കമ്പോണൻ്റ് എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ലിസ്പ്, പ്രോലോഗ് എന്നിവയൊക്കെയാണ് ഇത് കൊണ്ട് വികസിപ്പിച്ചെടുത്ത കമ്പ്യൂട്ടറുകൾ. ULSI ആണ് ഇതിൻ്റെ ലാംഗ്വേജ്. അപ്പോൾ ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണിലിട്ടിരിക്കുന്നത് നന്നായിരിക്കും. ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് കമ്പ്യൂട്ടറിനെ മൂന്നായിട്ട് തിരിക്കപ്പെടുന്നു. എന്തിനാണ്? ദ കമ്പ്യൂട്ടർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്പ്. ദ ഫസ്റ്റ് വൺ അനലോഗ് കമ്പ്യൂട്ടർ, ദ സെക്കൻഡ് വൺ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആൻഡ് ദ തേർഡ് വൺ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. എന്താണ് അനലോഗ് കമ്പ്യൂട്ടർ? യൂസ്ഡ് ടു പ്രോസസ് അനലോഗ് സിഗ്നൽസ് ദാറ്റ് വാരി കണ്ടിന്യൂസ്ലി. സ്ഥിരമായി നിൽക്കുന്ന സിഗ്നലുകളെ പ്രോസസ്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളെ വിളിക്കുന്ന പേരാണ് അനലോഗ് കമ്പ്യൂട്ടറുകൾ. യൂസ്ഡ് ബൈ സയൻറ്റിസ്റ്റ് ഫോർ റിസർച്ച്. ഇത് ആരാണ് ഉപയോഗിക്കുന്നത്?
അത് ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും അനലോഗ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സിസ്മോഗ്രാഫ്, സ്പീഡോമീറ്റർ എന്നിവയെല്ലാം. സിസ്മോഗ്രാഫ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ ഭൂമികുലുക്കത്തിൻ്റെ അളവും മറ്റു കാര്യങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സിസ്മോഗ്രാഫ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അനലോഗ് കമ്പ്യൂട്ടറുകൾ ഈ പറയുന്ന രീതിയിലുള്ള സയൻറ്റിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് ഡിജിറ്റൽ കമ്പ്യൂട്ടറിലേക്കാണ്. കോമൺലി യൂസ്ഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ഫോർ ഡാറ്റ പ്രോസസ്സിംഗ്. ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പുമായിട്ടുള്ള കമ്പ്യൂട്ടറുകളെല്ലാം. ബൈനറി നമ്പർ സിസ്റ്റം യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ആൾ ടൈപ്പ് ഓഫ് ഡാറ്റ. നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡാറ്റയും കമ്പ്യൂട്ടറിലേക്ക് എത്തിപ്പെടുന്ന ബൈനറി നമ്പർ സിസ്റ്റത്തിലൂടെയാണ്. ആ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നിന്നും പ്രോസസ്സ് ചെയ്തു കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇൻഫർമേഷൻ തരുന്നു. അതിനെ തിരിച്ച് നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഇതും ഡിജിറ്റൽ കമ്പ്യൂട്ടറും അനലോഗ് കമ്പ്യൂട്ടറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആക്യുറേറ്റ് ദാൻ അനലോഗ് കമ്പ്യൂട്ടർ. എപ്പോഴും ഡിജിറ്റൽ കമ്പ്യൂട്ടർ അനലോഗ് കമ്പ്യൂട്ടറുകളെക്കാട്ടിയും ആക്യുറേറ്റ് ആയിരിക്കും. അവർ തരുന്ന ഇൻഫർമേഷൻ വളരെ ആക്യുറേറ്റ് ആയിരിക്കും. അടുത്തതായി പറയുന്നു ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. എന്താണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ? ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഡിജിറ്റൽ ആൻഡ് അനലോഗ് കമ്പ്യൂട്ടർ. ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെയും അനലോഗ് കമ്പ്യൂട്ടറിൻ്റെയും കോമ്പിനേഷന് വിളിക്കപ്പെടുന്ന പേരാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അതായത് അനലോഗ് സിഗ്നലുകളും ഡിജിറ്റൽ സിഗ്നലുകളും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. എക്സാമ്പിൾ ECG, EEG. നമുക്കറിയാം ECG ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തൊക്കെ കുറേ കാര്യങ്ങൾ ഘടിപ്പിച്ചിട്ട് അതൊരു മെഷീനുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മെഷീൻ്റെ രേഖകളാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അതും ഏകദേശം സീസ്മോഗ്രാഫിലെ രേഖകളുമായിട്ടൊക്കെ ഏകദേശം സെയിം ആയിട്ട് വരുന്ന രീതികളാണ് അറിയാവുന്നത്. അതുകൊണ്ടാണ് അനലോഗ് കമ്പ്യൂട്ടറുകളും ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളും ചേർന്ന് ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾ രൂപപ്പെടുത്തിയത്. അടുത്തത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പർപ്പസ്. കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗത്തിന് അനുസരിച്ച് കമ്പ്യൂട്ടറിനെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. അതിലൊന്ന് മൈക്രോ കമ്പ്യൂട്ടറാണ്. എന്താണ് മൈക്രോ കമ്പ്യൂട്ടർ? യൂസസ് എ മൈക്രോ പ്രോസസ്സർ ആസ് ഇറ്റ്സ് CPU. അപ്പോൾ മൈക്രോ കമ്പ്യൂട്ടറുകൾ പ്രോസസ്സറായി ഉപയോഗിക്കുന്നത് മൈക്രോ പ്രോസസ്സറിനെയാണ്. അവയുടെ CPUകളിൽ പ്രോസസ്സറായി ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസ്സറുകളാണ്. ഉദാഹരണം നമ്മൾ ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പുകൾ, ലാപ്ടോപ്പുകൾ എന്നിവ തന്നെയാണ്. പേഴ്സണൽ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് മൈക്രോ കമ്പ്യൂട്ടർ. അപ്പോൾ ഈ പറയുന്ന മൈക്രോ കമ്പ്യൂട്ടറുകളെ എന്തെന്നും അറിയപ്പെടുന്നു? പേഴ്സണൽ കമ്പ്യൂട്ടറുകളെന്നും അറിയപ്പെടുന്നു. അടുത്തതായി പോകുന്നത് മിനി കമ്പ്യൂട്ടറിലേക്കാണ്. മിനി കമ്പ്യൂട്ടേഴ്സ് നോൺ ആസ് മിഡ് റേഞ്ച് കമ്പ്യൂട്ടേഴ്സ്. മിഡ് റേഞ്ച് കമ്പ്യൂട്ടറുകൾ എന്നാണ് മിനി കമ്പ്യൂട്ടറുകളെ അറിയപ്പെടുന്നത്. അതിനുദാഹരണം മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനും മൈക്രോ കമ്പ്യൂട്ടറിനും ഇടയിൽ നിൽക്കുന്ന കമ്പ്യൂട്ടർ ആയതിനെക്കൊണ്ടാണ് ഇതിനെ മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ എന്ന് പറയപ്പെടുന്നത്. യൂസ് ഫോർ എൻജിനീയറിംഗ് കമ്പ്യൂട്ടേഷൻ, ഫയൽ ഹാൻഡിലിംഗ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ്. എന്തൊക്കെ ആവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ എൻജിനീയറിംഗ് കമ്പ്യൂട്ടേഷൻ, എൻജിനീയറിംഗ് വർക്കുകൾ കാൽക്കുലേഷൻസ് നടത്താൻ, ഫയലുകൾ ഹാൻഡിൽ ചെയ്യാൻ, ഡാറ്റാബേസുകളെ മാനേജ് ചെയ്യാൻ. ഈ 3 പ്രക്രിയയ്ക്കും വേണ്ടിയിട്ടാണ് മിനി കമ്പ്യൂട്ടറുകളെ, ഈ 3 പ്രക്രിയ പോലുള്ളവയ്ക്ക് വേണ്ടിയിട്ടാണ് മിനി കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത്. അടുത്തതായി മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനെ പറ്റിയാണ് പറയുന്നത്. കേപ്പബിൾ ഫോർ പ്രോസസ്സിംഗ് ഡാറ്റ അറ്റ് വെരി സ്പീഡ്. വളരെയധികം വേഗത്തിൽ കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡാറ്റയെ വളരെ വേഗത്തിൽ തന്നെ പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറുകളാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ. യൂസ്ഡ് ഇൻ ബാങ്ക്സ്. ഇവ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാങ്കുകളിൽ ഉപയോഗിക്കുന്നു. ദെൻ റെയിൽവേ ടിക്കറ്റ് കൗണ്ടറുകളിൽ ഉപയോഗിക്കുന്നു. പിന്നെയോ എയർലൈൻ ടിക്കറ്റ് കൗണ്ടറുകൾ. അങ്ങനെ പല സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. ഹൈലി എക്സ്പെൻസീവ് ആൻഡ് ബിഗ് ഇൻ സൈസ്. ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ഇത് വളരെയധികം എക്സ്പെൻസീവാണ്, ചിലവേറിയതാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലം ആവശ്യമാണ്. ഇതിൻ്റെ സൈസ് വളരെ വലുതായതുകൊണ്ട് തന്നെ ഇത് വളരെ സ്ഥലം ആവശ്യമാണ് ഇത് നമുക്ക് വെച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത പറയുന്നു സൂപ്പർ കമ്പ്യൂട്ടർ. എക്സ്ട്രീംലി പവർഫുൾ ആൻഡ് ഫാസ്റ്റസ്റ്റ് കമ്പ്യൂട്ടർ യൂസ്ഡ് ഫോർ ഡൂയിങ് കോംപ്ലിക്കേറ്റഡ് വർക്ക്.
വളരെ ബുദ്ധിമുട്ടേറിയ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പവർഫുൾ, എക്സ്ട്രീംലി പവർഫുൾ, വളരെയധികം പവർഫുള്ളും ഫാസ്റ്റസ്റ്റുമായിട്ടുള്ള കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്നിവ. വെതർ ഫോർകാസ്റ്റിംഗ്, ക്ലൈമറ്റ് റിസർച്ച്, ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ, മോളിക്കുലാർ മോഡലിംഗ് എന്നിവയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഏതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? വെതർ ഫോർകാസ്റ്റിംഗ്, കാലാവസ്ഥാ നിരീക്ഷണം, കാലാവസ്ഥാ ഗവേഷണം, ഓയിലും ഗ്യാസും ഖനനം ചെയ്തെടുക്കുന്ന പ്രക്രിയകൾ, മോളിക്കുലാർ മോഡലിംഗ് എന്നിവയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത്. ദ ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ, ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിജയ് പി ഭട്കർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് വിജയ് പി ഭട്കർ ആണ്. അടുത്ത് നമ്മൾ പോകുന്നത് ഡേറ്റ പ്രോസസ്സിങ്ങിലേക്കാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഡേറ്റ പ്രോസസ്സിങ്. എന്താണ് ഡേറ്റ പ്രോസസ്സിങ്? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഏതൊരു ഡേറ്റയെയും കമ്പ്യൂട്ടർ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്ത് തിരികെ ഇൻഫർമേഷനായിട്ട് തരുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഡേറ്റ പ്രോസസ്സിങ്. അപ്പോഴെന്താണ് ഡേറ്റ? കളക്ഷൻ ഓഫ് ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് ഇൻ അൺഓർഗനൈസ്ഡ് ഫോം. ഒരു തരത്തിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള, ഓർഗനൈസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ സോർട്ട് ചെയ്യപ്പെടാത്ത, ഗ്രൂപ്പ് ചെയ്യപ്പെടാത്ത ഫിഗറുകളാവാം, നമ്പറുകളാവാം, ലെറ്ററുകളാവാം, ടെക്സ്റ്റുകളാവും, അങ്ങനെ പലതരത്തിലുള്ള റോ ഫാക്റ്റിനെ, അതിൻ്റെ കളക്ഷനെ വിളിക്കുന്ന പേരാണ് ഡേറ്റ. ദ കളക്ഷൻ ഓഫ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് in unorganized form is called as data. The word data derived from the Latin word datum. Datum എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡേറ്റ എന്ന വേർഡ് ഉത്ഭവിച്ചത്. അടുത്തതായി പറയുന്നു ഇൻഫർമേഷൻ. ദ പ്രോസസ്ഡ് ഡേറ്റ വിച്ച് ഗിവ് മീനിങ് റിസൾട്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് തിരിച്ചു കിട്ടുന്ന ഭാഗമാണ് ഇൻഫർമേഷൻ. നമ്മൾ ആദ്യം കൊടുത്ത റോ ഫാക്ട്സിനെ കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്യുകയും തിരികെ ഒരു മീനിങ് ഫുൾ ഫോമിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് തിരികെ തരുന്ന ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഡേറ്റ പ്രോസസ്സിങ്. അതിന് കിട്ടുന്ന റിസൾട്ടാണ് ഇൻഫർമേഷൻ. അടുത്ത ചില ടേമുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫയൽ ഈസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ. ഫയൽ എന്നത് ഡേറ്റയുടെ ഒരു കളക്ഷനാണ്. ഫോൾഡർ എന്നാൽ കളക്ഷൻ ഓഫ് ഫയൽസ് ഈസ് നോൺ ആസ് ഫോൾഡർ. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ഫയൽ എന്നത് ഡേറ്റകൾ കൂടിച്ചേരുന്ന ഒന്നിനെയാണ് ഫയൽ എന്ന് വിളിക്കുന്നത്. അതേ ഫയലുകൾ കൂടിച്ചേരുന്നതിന് വിളിക്കുന്ന പേരാണ് ഫോൾഡർ. അടുത്ത ഡയറക്ടറി. കളക്ഷൻ ഓഫ് ഫോൾഡേഴ്സ് ഈസ് കാൾഡ് ഡയറക്ടറി. ഈ ഫോൾഡറുകൾ എല്ലാം കൂട്ടിച്ചേർക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഡയറക്ടറി. എ ഡയറക്ടറി വിത്തിൻ എ ഡയറക്ടറി കാൾഡ് സബ് ഡയറക്ടറി. ഒരു ഡയറക്ടറിക്കുള്ളിലുള്ള മറ്റൊരു ഡയറക്ടറിയെ വിളിക്കുന്ന പേരാണ് സബ് ഡയറക്ടറി. അടുത്ത പറയുന്നു പ്രോഗ്രാം. എന്താണ് പ്രോഗ്രാം? എ സെറ്റ് ഓഫ് കമാൻഡ്സ് ഗിവൺ ടു കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ നൽകപ്പെടുന്ന ചില കമാൻഡുകളിനെയാണ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കുറച്ച് കമാൻഡുകളുണ്ട്. ആ കമാൻഡുകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രോഗ്രാം. അടുത്ത പറയുന്നു ഡേറ്റാബേസ്. ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡേറ്റ റെക്കോർഡ്സ്. ഡേറ്റയുടെയും റെക്കോർഡിൻ്റെയും ഓർഗനൈസ്ഡ് കളക്ഷനെ വിളിക്കുന്ന പേരാണ് ഡേറ്റാബേസ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ ആ സ്കൂളിലെ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാവരുടെയും പേരും അഡ്രസ്സും മറ്റു വിവരങ്ങളും എല്ലാം ഒരു റെക്കോർഡിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതിന് നമുക്കൊരു ഡേറ്റാബേസ് എന്ന് വിളിക്കാം. അടുത്തതായി പറയുന്നത് DBMSനെ പറ്റിയിട്ടാണ്. എന്താണ് DBMS? എ സിസ്റ്റം സോഫ്റ്റ്വെയർ ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് മാനേജിങ് ഡേറ്റാബേസ്.
ഈസ് കോൾഡ് DBMS. ഇതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് മാനേജിങ് ഡേറ്റാബേസ്. ഡേറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് DBMS അഥവാ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അടുത്തതായി പോകുന്നത് കമ്പോണൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിലേക്കാണ്. എ കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് മെയിൻലി 3 കമ്പോണൻറ്റ്സ്. പ്രധാനമായും കമ്പ്യൂട്ടറിന് 3 കമ്പോണൻറ്റുകളാണുള്ളത്. എന്തെല്ലാമാണവ? ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. മേൽപ്പറഞ്ഞ 3 യൂണിറ്റുകളാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകൾ. ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ്. An input unit is a generalized term in computer science for any device which can be attached to the computer system, which can gather data from the real world so that it can be processed. ഇവിടെ പറയുന്ന കാര്യം കമ്പ്യൂട്ടർ സയൻസിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഇൻപുട്ട് യൂണിറ്റ് എന്നുള്ളത്. അതായത് കമ്പ്യൂട്ടറിന് പുറം ലോകത്തുള്ള എന്ത് കാര്യങ്ങളും കമ്പ്യൂട്ടറിനുള്ളിലേക്ക് എത്തിക്കപ്പെടുന്ന ഒരു യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് യൂണിറ്റ്. അപ്പോഴിത് ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്? ഇതിന് വേണ്ടിയിട്ട് ഇൻപുട്ട് ഡിവൈസുകളുണ്ട്. ഇൻപുട്ട് ഡിവൈസുകളും ഔട്ട്പുട്ട് ഡിവൈസുകളും എല്ലാം വലിയൊരു ഭാഗമാണ്. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം അടുത്ത ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിപ്പിക്കുന്നതാണ്. ഇൻപുട്ട് യൂണിറ്റിലേക്ക് ഡേറ്റയെ കൊടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. എക്സാമ്പിൾ കീബോർഡ്, മൗസ്, ടച്ച് പാഡ്, ടച്ച് സ്ക്രീൻ, ജോയ്സ്റ്റിക്ക് എന്നിവയാണ്. അടുത്ത പറയുന്നു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. എന്താണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്? ദ CPU ഈസ് ദ പോർഷൻ ഓഫ് കമ്പ്യൂട്ടർ ദാറ്റ് റിട്രൈവ്സ് ആൻഡ് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ. കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നമ്മൾ കൊടുക്കുന്ന കമാൻഡുകളും നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമുകളും കമ്പ്യൂട്ടറിലെ CPU എന്ന് പറയുന്ന ഭാഗം റിട്രൈവ് ചെയ്യുകയും അതിനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് CPUവിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ദ CPU ഈസ് കാൾഡ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് തന്നെ എന്താണ്? CPU ആണ്. കമ്പോണൻറ്റ്സ് ഓഫ് CPU. CPUവിന് 3 പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകളുണ്ട്. എന്തെല്ലാമാണ്? അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ഈ പറയുന്ന 3 ഭാഗങ്ങളാണ് CPUവിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകൾ. അതിൽ ഒന്നാമത്തെ ഭാഗം പരിചയപ്പെടാം. അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ് അഥവാ ALU. ALU ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് CPU. CPUവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ALU അഥവാ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഇറ്റ് പെർഫോംസ് മാത്തമെറ്റിക്കൽ, ലോജിക്കൽ ആൻഡ് ഡിസിഷൻ ഓപ്പറേഷൻസ്. ഇവ പെർഫോം ചെയ്യുന്നത് എന്തെല്ലാമാണ്? ഗണിതപരമായിട്ടുള്ള കാര്യങ്ങളും ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഡിസിഷൻ ഓപ്പറേഷൻസ്, ആൻഡ് ഓർ നോട്ട് തുടങ്ങിയ കണ്ടീഷനുകൾ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാമാണ് അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ് ചെയ്യുന്നത്. അടുത്ത പറയുന്നു കൺട്രോൾ യൂണിറ്റ്. ഇൻ്റഗ്രേറ്റ്സ് ആൻഡ് ഡയറക്റ്റ് ആൾ ദ പ്രോസസ്സേഴ്സ് ഓപ്പറേഷൻസ്. കമ്പ്യൂട്ടറിലെ എല്ലാ പ്രോസസ്സിൻ്റെയും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യിപ്പിക്കുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റാണ്. ഒരു കാര്യം നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അത് എന്ത് തരത്തിലുള്ള ഡേറ്റയാണെന്ന് നിർണ്ണയിച്ച് അത് സേവ് ചെയ്യണമോ അതോ ALUവിലേക്ക് കൊടുത്ത് പ്രോസസ്സ് ചെയ്യണമോ എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് കൺട്രോൾ യൂണിറ്റാണ്. ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അതുപോലെയാണ് ഒരു CPUവിലെ കമ്പോണൻറ്റുകളിൽപ്പെട്ട കൺട്രോൾ യൂണിറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അടുത്തതായി പറയുന്നു മെമ്മറി യൂണിറ്റ്. ദ യൂണിറ്റ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ റിസീവ്ഡ് ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യപ്പെടുന്ന കുറച്ച് ഡേറ്റകളുണ്ട്. അപ്പോൾ ഈ ഡേറ്റകൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രമേ ആവശ്യാനുസരണം ഈ ഡേറ്റയെ റിട്രൈവ് ചെയ്തുകൊണ്ട് ഇതിനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷനാക്കി തിരികെ തരാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള
ഡേറ്റകളെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ CPU-യിലെ ഒരു കമ്പോണൻ്റാണ് മെമ്മറി യൂണിറ്റ്. പ്രധാനമായും മെമ്മറി യൂണിറ്റുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. ഈ ക്ലാസിഫിക്കേഷനും വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. അടുത്തത് പറയുന്നു ഔട്ട്പുട്ട് യൂണിറ്റ്. എന്താണ് ഔട്ട്പുട്ട് യൂണിറ്റ്? ദ പ്രോസസ്ഡ് റിസൾട്ട് ഈസ് ഗിവൺ ടു ദ യൂസർ ത്രൂ ഔട്ട്പുട്ട് യൂണിറ്റ്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുത്ത ഡേറ്റ CPU വഴി പ്രോസസ്സ് ചെയ്യുകയും അതിനെ തിരികെ നമുക്ക് നൽകുകയും ചെയ്യുന്ന ജോലിയാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ നൽകുന്ന ഇൻഫർമേഷൻ ഏതൊക്കെ വഴിയാണ്? ഔട്ട്പുട്ട് യൂണിറ്റ് വഴിയാണ് നൽകുന്നത്. ഔട്ട്പുട്ട് യൂണിറ്റ് വഴി നൽകണമെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉണ്ടാവണം. ആ ഔട്ട്പുട്ട് ഡിവൈസുകൾക്ക് ഉദാഹരണമാണ് മോണിറ്റർ, പ്രിൻ്റർ, പ്രൊജക്ടർ, പ്ലോട്ടർ എന്നിവയെല്ലാം. താഴെ കാണുന്ന ഒരു ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഇൻപുട്ട് യൂണിറ്റ് എന്നെഴുതിയിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്. കുറച്ചപ്പുറത്തായിട്ട് CPU കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റിൽ നമ്മൾ കീബോർഡും മൗസും ലൈറ്റ് പെന്നും ജോയ്സ്റ്റിക്കും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റയെ ഇൻപുട്ട് ചെയ്യുന്നു കമ്പ്യൂട്ടറിലേക്ക്. ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റ CPU-യിലെ കൺട്രോൾ യൂണിറ്റ് എന്ത് പർപ്പസാണ് ആവശ്യം എന്ന് നോക്കുന്നു. ഇത് ഭാവിയിലത്തേക്ക് വേണ്ടി സ്റ്റോർ ചെയ്യണമോ, അതോ ഇത് സ്ഥിരമായി സ്റ്റോർ ചെയ്യണമോ, അതോ താൽക്കാലികമായി സ്റ്റോർ ചെയ്യണമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നു. കൂടാതെ ALU-ലേക്ക് ഇതിൻ്റെ പ്രോസസ്സിങ്ങിനായിട്ട് വിടുന്നു. വിട്ട് കഴിഞ്ഞ സാധനം പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന മുറയ്ക്ക് കൺട്രോൾ യൂണിറ്റ് തിരിച്ച് മെമ്മറി യൂണിറ്റിലേക്ക് കൊണ്ടെത്തിക്കുകയോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് യൂണിറ്റുകളിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്നു. ഈ പ്രവർത്തനമാണ് പ്രധാനമായും കമ്പ്യൂട്ടറിൽ നടക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു എക്സാമ്പിൾ, ഇൻപുട്ട് ഡിവൈസിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത് കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്ക് എന്നിവയെല്ലാം. അതുപോലെ തന്നെ ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് സോഫ്റ്റ് കോപ്പി ഡിവൈസസ് എന്നും ഹാർഡ് കോപ്പി ഡിവൈസസ് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ ബേസിക് ഓഫ് കമ്പ്യൂട്ടറിൽ തന്നെ പെടുന്ന ഭാഗങ്ങളാണ് എങ്കിലും അടുത്ത ക്ലാസ്സിലാണ് നമ്മളിതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്താണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവർ ഒന്നുകൂടി ആ ഭാഗങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.